സിബിൽ കുറഞ്ഞതോടെ വ്യക്തിഗത വായ്പകൾ ലഭിക്കാതായെന്നും ജീവിതം വഴിമുട്ടിയെന്നും പാലക്കാട്ടെ നെൽകർഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരൂ. പാലക്കാട് സ്വന്തമായി എടുക്കുന്ന ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങുമ്പോൾ സിബിൽ സ്കോറുകൾ ബാധിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ നൽകാനുള്ള പണത്തിൻ്റെ പേരിൽ സ്വന്തം സിബിൽ സ്കോർ കുറയുന്ന ഒരു വിഭാഗം മാത്രമാണ് കേരളത്തിലുള്ളൂ. അത് നെൽകർഷകരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മാത്തൂരിനടുത്ത് ചുങ്ങമന്നത്താണ്. ഇവിടെ എനിക്കിപ്പം ചുങ്ങമന്നത്തെ കർഷകരുണ്ട്. ഒരാൾ ഉണ്ണികൃഷ്ണനാണ്, മറ്റൊരാൾ രഘു മാത്തൂരാണ്. ഉണ്ണിയേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ അവസ്ഥ എന്താ ഈ PRSൻ്റെ ലോൺ എടുക്കുന്നതിന് ശേഷം? ഈ PRS വായ്പ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ PRS വായ്പ എടുത്തു കഴിഞ്ഞപ്പോൾ മോന് മെസ്സേജ് വന്നു, ഇങ്ങനെ സിവിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് 5-6 മാസം ഗ്യാപ്പിൽ എപ്പോഴാണോ പണം അടയ്ക്കുന്നത് ആ സമയത്ത് അത് പഴയ ഇതിലേക്ക് വരികയും മറ്റത് നമ്മൾ ലാഗ് ചെയ്തിട്ട് കുറവ് കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റുള്ള ലോണുകൾ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ലോൺ ഈ നെല്ല് കൊടുത്തത് അവിടെ മറന്നുകൊണ്ട് ലോണായിട്ടാണ് നമുക്ക് തരുന്നത്. അതുകൂടാഞ്ഞ് ഗവൺമെൻറ് കൃത്യസമയത്ത് പണം അടയ്ക്കാത്തത് കൊണ്ട് അതിൻ്റെ ഭാരം മുഴുവൻ ഏൽക്കുന്നത് കർഷകരാണ്. ഇപ്പോൾ ഈ PRS വായ്പയിലൂടെ ഈ പണം കിട്ടി തുടങ്ങിയതിനു ശേഷം രഘു മാത്തൂര് പറയുന്നത് അദ്ദേഹത്തിന് പിന്നീട് ലോണുകളൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നല്ലേ? അതെ, കാരണം ഞാൻ 1980 തുടങ്ങിയതാണ്. പാരമ്പര്യമായിട്ട് കൃഷിയാണ്. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇത് ഞാൻ തെളിവായിട്ട് കാണിച്ചതിന് കാനറ ബാങ്ക് തേങ്കുറിശ്ശിയിലാണ് ഞാൻ PRS വായ്പ എനിക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത് PRS വായ്പ തരാൻ പാടില്ല, ശരി തന്നു. അത് കംപ്ലീറ്റ് കാനറ ബാങ്ക് തേങ്കുറിശ്ശി ശാഖ ഗവൺമെൻറ് കെട്ടാത്ത കാരണം എൻ്റെ സിവിൽ സ്കോർ കമ്മിയായതിൻ്റെ രേഖയാണ് ഇപ്പോൾ ഇത്. ഈ ആളുകൾ കൃത്യമായി അവരുടെ രേഖകളെല്ലാം അവർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഈ രേഖകളെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർ വ്യക്തിപരമായി എടുത്തിട്ടുള്ള ഇപ്പോൾ ഈ കാണുന്ന ഫെഡറൽ ബാങ്കിൽ നിന്ന് അവരെടുത്തിട്ടുള്ള ഗോൾഡ് ലോണിൻ്റെ രേഖയാണ്. അത് ഓൺ ടൈമാണ്. ഓൺ ടൈം ആയതുകൊണ്ട് തന്നെ അവരുടെ സിബിൽ സ്കോറെ ബാധിച്ചില്ല. അതിന് ശേഷം മുകളിൽ കാണുന്ന കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ PRS വായ്പ അത് സർക്കാർ അടയ്ക്കേണ്ടതാണ്. പക്ഷേ അതിൽ ഡിലേഡ് എന്ന് കാണുന്നത് സർക്കാർ അടയ്ക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ സിബിൽ സ്കോറെ ബാധിച്ചിരിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങൾക്ക് ലോണിന് പോകുമ്പോഴാണ് ഈ സിബിൽ സ്കോറെ കുറിച്ച് കർഷകർ മനസ്സിലാക്കുന്നത്. ഒരു കർഷകർക്കും പാവങ്ങൾ അറിയില്ല. ഒരു 100 കർഷകരിനെ നമ്മൾ എടുത്തിട്ട് 99 കർഷകർക്കും എന്താണ് സിബിൽ സ്കോർ എന്നുള്ളത് അറിയില്ല. ഇനി നെല്ലിൻ്റെ പണം നൽകുന്ന സമയത്ത് സിബിലിനെ ബാധിക്കാത്ത രീതിയിൽ PRS നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സർക്കാർ കൊണ്ടുവരണം എന്നുള്ളതാണ് പാലക്കാട്ടെ കർഷകരുടെ ആവശ്യം. ഇത് മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കുമേൽ മാത്രമല്ല, മനുഷ്യരുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ പരത്തുന്ന ഒരു സംവിധാനമായി സിബിൽ മാറുന്നുണ്ട്.